സ്കാം അലേർട്ട് ആണ് ട്ടോ ഇന്നത്തെ വീഡിയോ. ബിസിനസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഡ്രസ്സിനെ കുറിച്ച് ഒരു ഇൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ഡ്രസ്സ് വേണം എന്നും പറഞ്ഞ് നമ്മുടെ ബിസിനസ് വാട്സാപ്പ് വഴി അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചിട്ട് അവർക്ക് ഡ്രസ്സ് വേണം എന്നും പറഞ്ഞ് അവരുടെ അഡ്രസ്സും അയച്ചു തന്നിട്ട് QR കോഡ് നമ്മളോട് ആവശ്യപ്പെട്ടു. അവർ ഏത് ഡ്രസ്സാ വേണ്ടത്, ഏത് സൈസാ വേണ്ടത്, ഇതൊന്നും അവർ പറഞ്ഞില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഏത് ഡ്രസ്സാ വേണ്ടത്? അപ്പൊ അവരൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് അയച്ചു. ഏത് സൈസാ വേണ്ടത്? അവർ സൈസ് പറഞ്ഞു. അതിനുശേഷം അവർ പിന്നീടും നമ്മളോട് QR കോഡ് ആവശ്യപ്പെട്ടു. അപ്പൊ തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നി, എന്നാൽ ഇത് എവിടം വരെ പോകും എന്നറിയാൻ നമ്മൾ നമ്മുടെ QR കോഡും അയച്ചു കൊടുത്തിട്ട് ഇതിൽ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. എമൗണ്ടും നമ്മൾ പറഞ്ഞു. അപ്പൊ അവര് വിത്തിൻ സെക്കൻഡ്സ് ആ QR കോഡ് അവർ തിരിച്ചയച്ചിട്ട് 5 മിനിറ്റിന് ശേഷം പേയ്മെന്റ് ചെയ്യാമെന്നും പറഞ്ഞ് പോയി. പിന്നെ അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അതിനുശേഷം നമ്മൾ അവർ തിരിച്ചയച്ച QR കോഡ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്, അവര് നമ്മൾ അയച്ച QR കോഡ് എഡിറ്റ് ചെയ്ത് അവരുടെ QR കോഡ് വെച്ചിട്ടാണ് നമുക്ക് തിരിച്ച് അയച്ചു തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അയക്കുന്ന QR കോഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിൽ സേവ് ആകും. പിന്നീട് നമുക്ക് നമ്മുടെ ജെനുവിൻ ആയിട്ട് കസ്റ്റമർ ഇൻക്വയറീസ് വരുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന QR കോഡ് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് ഏറ്റവും ആദ്യം വന്ന് കിടക്കുന്ന ഇവരയച്ച QR കോഡ് ആയിരിക്കും നമ്മുടെ ജെനുവിൻ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. അതുവഴി പേയ്മെന്റ് ആ QR കോഡിലോട്ട് പോകുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക, ആർക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. ബൈ ഡിയേഴ്സ്.